അപ്പോൾ ഇനി മുതൽ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രതീക്ഷിച്ച് മക്കളുടെ കല്യാണം ഒന്നും പ്ലാൻ ചെയ്യേണ്ട. അത് വലിയ പാടായിരിക്കും. 6 വർഷമായാൽ പോലും പലർക്കും ഇനി റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇപ്പം തന്നെ നീണ്ടുപോകാൻ തുടങ്ങി അല്ലേ? നീണ്ടുപോകാൻ തുടങ്ങി. അതില്ലാതെ തന്നെ ഇനി 6 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ വരാൻ. സെക്രട്ടേറിയറ്റിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് 33 വർഷം സർവീസ് ചെയ്യുന്ന ആൾ എൻ്റെ ഓഫീസിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാലും ഒരു വിധത്തിലും പൊതുജനത്തിനോ സർക്കാരിനോ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ആദ്യം മോളിൽ തുടങ്ങിയാലേ ഇത് ശരിയാവുള്ളൂ. മന്ത്രിമാരുടെ എണ്ണം 14 കൂട്ടും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യാത്തത്. ഈ വളഞ്ഞ വഴിയിലൂടെ കടമെടുത്തുകൊണ്ട് ഇങ്ങനെ മുടിപ്പിച്ചതല്ലേ ഒരു മെയിൻ കാരണം? അതൊരു മെയിൻ കാരണമാണ്. ഇത് കടുത്തു പോയാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നത് വളരെ വിചിത്രമായ സമരങ്ങളായിരിക്കും. KSRTC ഓരോ വാഹനമായിട്ട് ഡ്രൈവറേയും കണ്ടക്ടറേയും സഹിതം ഓരോരുത്തർക്ക് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിത് പറയുമ്പോൾ പല ജീവനക്കാർക്കും തോന്നുന്നു ഇയാൾ ഞങ്ങളെ ചതിക്കാൻ പറയുന്നതാണല്ലോ. പക്ഷെ അല്ല. നമസ്കാരം. MS വേണുഗോപാലുമായുള്ള കഴിഞ്ഞ എപ്പിസോഡിലെ ചർച്ചയിൽ കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത ധൂർത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. വാസ്തവത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നതാണ്, പക്ഷേ ധൂർത്തിൽ അവസാനിച്ചു. അത്രയും ഗൗരവമേറിയ ഭയാനകമായ ധൂർത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷവും അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഈ വലിയ ധൂർത്ത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വലിയ ധൂർത്തുണ്ട്. ഈ ധൂർത്ത് ഇപ്പം നമ്മൾ എത്തിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര രൂക്ഷമാണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി വെച്ചിട്ട് ഇവിടുത്തെ ഒരു 10% ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 90% പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. ഇന്നത്തെ നിലയിൽ അതിനുള്ള കഴിവില്ല സർക്കാരിന്. പക്ഷേ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിന് പരിഹാരം സർക്കാർ ഉണ്ടാക്കണം. അല്ല, അപ്പം ഈ പ്രതിസന്ധി എങ്ങനെ പോകും? ഇപ്പം ഞാൻ പറഞ്ഞ കടം വാങ്ങാൻ ഈ വർഷം ഞാൻ മനസ്സിലാക്കിയത് 42,000 കോടി രൂപയാണ് ഈ വർഷം അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 10,000 കോടി മുൻ വർഷം മേടിച്ചത് പോയി. പിന്നെ വേറെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്ട് 30,000 കോടി താഴെ കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം വാങ്ങിയത്ര കടയിൽ നമുക്ക് ഇനി ഈ വർഷം പകുതി പോലും കിട്ടത്തില്ല. മറ്റേ കിഫ്ബി പറ്റില്ല, പെൻഷൻ കമ്പനി പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് മുൻ വർഷം കിട്ടിയതിനേക്കാൾ വളരെ വളരെ കുറവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ അങ്ങനത്തെ മാസം ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊന്ന്. രണ്ടാമത്, ഇപ്പോൾ റിട്ടയർമെൻറ്റുകളുടെ കാലമാണ്. പലർക്കും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ ഇനി ഞങ്ങളുടെയൊക്കെ ഭാഗ്യമെന്ന് പറയാം. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റൊക്കെ വെറും 3-4 മാസത്തിനകം കിട്ടിയിട്ടുണ്ട്. 6 മാസം അങ്ങേയറ്റം. 6 വർഷമായാൽ പോലും പലർക്കും ഇനി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഇപ്പം തന്നെ നീണ്ടുപോകാൻ തുടങ്ങി. ആ പൈസ അത് അവർ നീക്കി വെച്ച പണമാണ്. PF എന്നൊക്കെ പറയുന്നത്. ഒരു റിട്ടയർഡ് ഡയറക്ടറെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ് ടോപ്പിൽ നിന്നും അവർ ഏറ്റവും 4-5 പേര് മാത്രമേ, അതാണ് മാനേജ്മെൻറ്റ്, 1.5 വർഷമായി റിട്ടയർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെന്ന്. ഇല്ല, അവർക്കൊക്കെ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം പറയാൻ കാണും. ചിലപ്പം വല്ല ഡിസിപ്ലിൻ ആക്ഷനോ അങ്ങനെ വല്ലതും ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെൻഡിങ് കാണാം. പക്ഷേ അതില്ലാതെ തന്നെ ഇനി 6 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ വരാൻ പോവുകയാണ്. എന്താണ് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ? റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധാരണ ജീവനക്കാരനാണെങ്കിൽ പോലും ഒരു 25 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. 25 ലക്ഷം രൂപ. അത് സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള PF, ഗ്രാറ്റുവിറ്റി, പിന്നെ മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പെൻഡിങ്ങുകളുണ്ടെങ്കിൽ അത് എല്ലാം. ഈ മെയിൻ PF-ഉം ഗ്രാറ്റുവിറ്റിയാണ്. പിന്നെ ഈ സാലറി ലീവ് സറണ്ടർ നമുക്കൊരു വർഷത്തേക്ക് 300 ലീവ് വരെ നമുക്ക് സറണ്ടർ ചെയ്യാം. അതായത് നമ്മൾ ഏൺഡ് ലീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ലീവ് നമുക്ക് അവസാനം 300 ലീവ് സറണ്ടർ ചെയ്യാം. ഏതാണ്ട് 1 വർഷത്തെ തുക, 1 വർഷത്തെ ശമ്പളം ഒരാൾക്ക് സാലറി. അതൊന്നും കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, 25 മുതൽ 75 ലക്ഷം വരെ, 1 കോടി വരെ പലർക്കും പിന്നെ റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടേണ്ടതാണ്. അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ വൈകും, കിട്ടാതെയും വരാം. അല്ല, വൈകുമെന്ന് മാത്രമല്ല, ഇതിപ്പോൾ എന്തെങ്കിലും സർക്കാരിൽ ഉടക്കിടാൻ പറ്റാത്ത എന്താ? നമ്മുടെ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫയൽ എടുത്താൽ തന്നെ അതിനകത്ത് പല പ്രശ്നങ്ങൾ, സാങ്കേതിക കാര്യങ്ങൾ ധാരാളം വരും. ആ സാങ്കേതിക കാര്യങ്ങൾ മതി ഒരാളെ പിടിച്ചിടാനും അറസ്റ്റ് ചെയ്യാനും എല്ലാം. ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നില്ലേ, ഒരു നിസ്സാര കാര്യങ്ങൾ മതി. അപ്പോൾ ഇനി മുതൽ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രതീക്ഷിച്ച് മക്കളുടെ കല്യാണം ഒന്നും പ്ലാൻ ചെയ്യേണ്ട. അത് വലിയ പാടായിരിക്കും.
ഓക്കെ. കല്യാണത്തിന് വേറെ വസ്തു വിറ്റ് പൈസ പിന്നെ ശമ്പളവും പെൻഷനും മുടങ്ങാൻ സാധ്യതയുണ്ടോ? ശമ്പളവും പെൻഷനും മുടങ്ങാൻ സാധ്യതയുണ്ട്. ചിലപ്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഒരു 1/3 പിന്നെ തന്നിട്ട് ബാക്കി 2/3 പിന്നെ തരാമെന്ന് പറയാം, പകുതി പിന്നെ തരാമെന്ന് പറയാം. ചിലപ്പോൾ ഈ മാസത്തെ ശമ്പളം പിന്നെ 5-ാം തീയതി എന്നുള്ളത് 10-ാം തീയതി 15-ാം തീയതി വരെ ആയി പോകാം. ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കാം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് പറ്റും? ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യാത്തത്. അതായത് പൊളിറ്റീഷ്യൻസ് അഡ്രസ്സ് ചെയ്യില്ല. കാരണം അവർക്ക് അവർക്ക് അവരുടെ അണികളെ ഇങ്ങനെ പിൻവാതിൽ കൂടെ നിയമിക്കണം, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കണം, പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കണം, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ഇതിനൊന്ന് ഈ വരാൻ പോകുന്ന വിപത്തുകൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രാഷ്ട്രീയക്കാർക്കാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല, പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നവർക്ക് വരെ അറിയാം ഈ രാജ്യം, ഈ സംസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ അവർ മിണ്ടില്ല. പിന്നെ പറയാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ IAS ഓഫീസറാണ്, IPS ഓഫീസറാണ്, IFSകാരാണ്, IRSകാരാണ്. അവരും മിണ്ടില്ല. കാരണം എനിക്കൊന്നും അവർക്ക് DA കുടിശ്ശികയൊന്നും ഉണ്ടാവത്തില്ല. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം കൊടുത്തിരിക്കും. കൊടുത്തില്ലെങ്കിൽ അവിടുന്ന് ഇൻഡാസ് വരും. കൊടുത്തിരിക്കണം. അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാൻ ഒരു വിഷമവും പറ്റില്ല. അപ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട 2 വിഭാഗങ്ങൾ അങ്ങനെ മൗനം പാലിക്കും. അവർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സാംസ്കാരിക നായകരെന്നൊക്കെ പറയുന്ന അടിമകളാണ്. അവർ ഒന്നാന്തരം അടിമകളും ദീപസ്തംഭം ആശ്ചര്യം എന്ന് പറയുന്നവരാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് IASന്റെ അതേ തത്തുല്യമായ പദവിയിലിരിക്കുന്ന ഏതാണ്ട് 1500-2000 പേര് മിനിമം വരും പ്രൊമോഷൻ കയറി വരുന്നത്. ഏത് തസ്തികയാണ്? അത് പല വകുപ്പുകളിലെയും. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഇങ്ങനെയുള്ള തസ്തികകളിലിരിക്കുന്ന കുറേ പേര്. പിന്നെ സെക്രട്ടേറിയറ്റിനകത്താണെങ്കിൽ അണ്ടർ സെക്രട്ടറി മുതൽ അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി വരെ ഉള്ളവർ. പിന്നെ പല വകുപ്പുകളിൽ ഫിനാൻസ് ഓഫീസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെന്നൊക്കെ പറഞ്ഞാൽ അവർ വേറൊരു വൃന്ദം അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗമുണ്ട്. സെക്രട്ടേറിയറ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1500 പേര് മിനിമം ആ ഒരു നിലവാരത്തിൽ വരുന്നവർ. RDO വരെ ആവുന്നവരൊക്കെ. RDO മുതൽ പിന്നെ അത് വേറെയാണ്. അത് കളക്ടറെ, ഡെപ്യൂട്ടി കളക്ടറെ, കളക്ടറേറ്റിൽ അഡീഷണൽ ADM, പിന്നെ കളക്ടർ എങ്ങനെ ആകുന്നു അത് വേറെ. അവർക്കൊക്കെ കിട്ടാതെ വരാം. അവർക്കൊക്കെ ഇതിൽ കിട്ടാതെ വരാം. കിട്ടാതെ വന്നാൽ അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. അവരൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ജീവിതകാലം ഇങ്ങനെ സുഖമായി പോകാം എന്നുള്ളൊരു സ്വപ്നത്തിലാണ്. കാരണം നമുക്കിതൊന്നും ബോധറിയുണ്ടല്ലോ. ഈ തേവരുടെ കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലിയ എന്ന് പറഞ്ഞിങ്ങനെ പോവുമായിരുന്നു ഈ കഴിഞ്ഞ 30 വർഷമോ 25 വർഷമായിട്ട്. ഇനി അതെല്ലാം പ്രതിസന്ധിയിലായി. എല്ലാത്തിനും ഒരു ബ്രേക്ക് പ്രകൃതിയുടേതുണ്ടല്ലോ. ആ പ്രകൃതിയുടെ ബ്രേക്ക് ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇത് കടുത്തു പോയാൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കാണുന്നത് വളരെ വിചിത്രമായ സമരങ്ങളായിരിക്കും. ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ളത് ആരാണ്? പാവപ്പെട്ടവൻ വന്ന് സമരം ചെയ്യുന്നു, പിന്നെ മറിയക്കുട്ടിച്ചാട്ടത്തി വന്ന് സമരം ചെയ്യുന്നു, ഒക്കെ എല്ലാ നിങ്ങൾ കണ്ടുള്ളത്. ഇനി അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ഞാൻ, സ്പെഷ്യൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ഞാൻ, ജോയിൻറ്റ് ഡയറക്ടറായിട്ട്, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഞാൻ ഇതാ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നു, എനിക്ക് വേണ്ട ആനുകൂല്യങ്ങൾ തരുന്നില്ല, ഞാൻ ഇത്രയും നാൾ നല്ല മാന്യമായ സേവനം നടത്തിയതാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരവസ്ഥയിലേക്ക്. ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വാചകങ്ങൾ പറയുന്നത്. ഇപ്പോൾ പലർക്കും ദേഷ്യം തോന്നും പെട്ടെന്ന് എന്നോട്, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന്. ഇത് സർക്കാരിനൊരു മുൻകരുതൽ, ജീവനക്കാർക്കൊരു മുൻകരുതൽ, പൊതുജനങ്ങൾക്കൊരു മുൻകരുതലായിരിക്കണം എൻ്റെ ഈ വാക്കുകൾ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് പരിഹാരം? ഇത് ഒഴിവാക്കാനായിട്ടുള്ള പിണറായി മാറിയ പരിഹാരം ഉണ്ടാവും? ഇല്ല. ആര് മാറിയാലും. പിണറായി ആണോ ഇത്ര നശിപ്പിച്ചത്? ഇത്ര തോമസ് ഐസക്കാണോ? തോമസ് ഐസക്കാണ് കൂട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2011 മുതൽ ഈ വളഞ്ഞ വഴിയിലൂടെ കടമെടുത്തുകൊണ്ട് ഇങ്ങനെ മുടിപ്പിച്ചതല്ലേ ഒരു മെയിൻ? അതൊരു മെയിൻ കാരണമാണ്. കാരണം കാശില്ലെങ്കിൽ അതനുസരിച്ച് കൺട്രോൾ ചെയ്യും. അതെ അതെ. ഞാനിപ്പം എൻ്റെ സ്ഥാപനം, ഞങ്ങളുടെ സ്ഥാപനം വളരെ തരക്കേടില്ലാതെ ലാഭത്തിൽ പോകുമായിരുന്നു. നമ്മളൊരു പ്രശ്നമില്ല. നമ്മൾ എല്ലാ വർഷവും ജീവനക്കാർക്ക് 3 തവണ ബോണസൊക്കെ കൊടുത്ത് ലാവിഷായിട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് കേസും വെക്കാനുണ്ടായി. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓവർ ഹെഡ് എക്സ്പെൻസും കൂടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ പറ്റത്തില്ല, കുറച്ചില്ല. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്തു. നമ്മുടെ ബോണസ് കുറച്ചു, നമ്മുടെ ശമ്പള വർധനം എല്ലാ വർഷവും എന്നുള്ളത് നമ്മൾ ഈ 1 വർഷത്തേക്ക് ശമ്പളം പെൻഡിങ് വെച്ചു. കാരണം എല്ലാ വർഷവും 10% ശമ്പളം കൂട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഈ വർഷം ശമ്പളം കൂട്ടിയില്ല. ഞാൻ ജീവനക്കാരോട് പറഞ്ഞു, നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇത്രയും വലിയ ബാധ്യതയുണ്ടായി, അത് ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും തരാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അവർ ചെയ്തില്ല. അവർ ചെയ്യാത്തത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരനെ അറിയാം ഇത് എന്തെങ്കിലും അടിച്ച് തകരുമ്പോൾ നമുക്ക് നോക്കാം. കാരണം ജനത്തിനെ അവർക്ക് അത്രേ ഭയമുള്ളൂ. കാരണം ഇത് യൂറോപ്പിലാണെങ്കിൽ ഉണ്ടല്ലോ, റോഡിലിറങ്ങിയ ആളിൽ സർക്കാർ ഓഫീസുകളെല്ലാം അടിച്ച് തകർത്തേനെ. സാധാരണക്കാരൻ്റെ ഫ്രാൻസിലൊക്കെ പിന്നെ 1500 രൂപ, 1600 രൂപ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പം അവരിപ്പോൾ ഇവിടെ എന്ത് മൈൽഡായിട്ടാണ് അവരതിനെ പ്രതികരിച്ചത്. പക്ഷേ ഫ്രാൻസിലോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അടിച്ച് തകർക്കും. പോലീസ് സ്റ്റേഷൻ വരെ അവർ തകർക്കും. ഇത് എൻ്റെ പൈസയാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെന്നേ.
നമ്മുടെ ഇവിടെ ആർക്കും ബോധ്യമില്ല. ഈ കാറ് ഞാൻ പറഞ്ഞില്ല, ഒരു കാറ് പോകുമ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ പോലീസിന് ഒരു മാസം- കലാപാഹ്വാനമായി കരുതരുത്, അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞ് ചെയ്തേക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, നാളെ കേസുണ്ടാവണല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. പോലീസിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സർക്കാർ വകുപ്പുകൾ തന്നെ ഇത് നമ്മൾ ശ്രീലങ്ക കണ്ടില്ലെന്നേ. അവിടെ പോലീസിലോട്ടല്ല പോയത്, പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ആഫീസ് ഇടിച്ചു കയറി ജനം. അല്ല, അപ്പം അതുപോലെ സംഭവങ്ങൾ അപ്പൊ ഉണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കാം? ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ഭരണവർഗം, മന്ത്രിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടങ്ങുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, പ്രവർത്തിക്കണം. ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. എന്ത് പ്രവർത്തിക്കണം? രണ്ടാമത്തേത് IAS, IPS, IRS, IFS അവരാണ് ഇതിൻ്റെ ടോപ്പിലിരിക്കുന്നവർ. ഇവർ ഒന്നിച്ചു കൂടി എങ്ങനെ സർക്കാരിൽ, ഇപ്പം എൻ്റെ ഈ വാചകങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, എന്നേക്കാൾ അതിഭയങ്കരമായ ബുദ്ധിയുള്ളവർ ഈ സർക്കാർ സർവീസിലുണ്ട്. ഇപ്പം എൻ്റെ സെക്രട്ടറിമാരുടെയൊക്കെ വാചകം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അവർക്കൊക്കെ ഇതിനേക്കാൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ അറിയാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് തോന്നിയത് ആദ്യമായിട്ട് പബ്ലിക്ക് പറയുന്നതുകൊണ്ടാണ്. അവരൊക്കെ വാതൊളിച്ചാൽ ഇതിനേക്കാൾ അത്ഭുതമായ കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കും. ഈ വിപത്ത് എന്താണ്, അതിന് പരിഹാരം എന്താണെന്നുള്ളത്. പക്ഷേ അവരാരും മിണ്ടുന്നില്ല എന്നുള്ളത്. അവരെ ആദ്യം മിണ്ടിക്കണം. അവരെ മിണ്ടിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തയ്യാറാകണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് പ്രതിപക്ഷം തയ്യാറായില്ലെങ്കിൽ ഭരണപക്ഷം തയ്യാറാവണം. ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ പ്രതിപക്ഷം തയ്യാറാവണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ഇത് ആരും തയ്യാറായില്ലെങ്കിൽ പൊതുജനമെങ്കിലും ഇതിനൊരു മുറവിളി കൂട്ടിയേ പറ്റൂ. എങ്ങനെയാണ് പരിഹാരം പറ? ഒന്നാമത്തെ പരിഹാരം ഏറ്റവും കൂടുതൽ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഈ നിങ്ങളുടെ ഓഫീസിൽ ഒരു പ്രതിസന്ധി വന്നു, എന്താ ചെയ്തത്? ഞാൻ വേറൊരു ഉദാഹരണം പറയാം. കോവിഡ് വന്നു, നമ്മൾ എന്താ ചെയ്തത്? കോവിഡ് ദുരന്തം. അപ്പോൾ നമ്മൾ ഓഫീസുകൾ അടച്ചിടേണ്ടി വന്നു, ചിലത് നിർത്തലാക്കേണ്ടി വന്നു, ചിലയിടത്ത് പോകണ്ടെന്ന് വന്നു. കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഈ സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടന്നുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല? ഇനിയും ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. 33 വർഷം സർവീസ് ചെയ്യുന്ന ആൾ, എൻ്റെ ഓഫീസിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാലും ഒരു വിധത്തിലും പൊതുജനത്തിനോ സർക്കാരിനോ ഒരു നഷ്ടവും വരാൻ പോണില്ല. സെക്രട്ടേറിയറ്റിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. 65 വകുപ്പുകളിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അതെന്താ ചെയ്തുകൊള്ളാത്തെ? അത് ചെയ്യണം. പിൻവാതിൽ ഇപ്പോൾ 1000 പേരെ നിയമിക്കുമെന്ന് പറഞ്ഞില്ലേ, 1000 തസ്തികകൾ, അതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇതിങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതൊന്നാമത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഓഫീസിലൊരു കൺട്രോൾ വരുത്തണം. പിന്നെ നിലവിലുള്ളവരെ ചുമ്മാ നമുക്ക് പറഞ്ഞേക്കാൻ നോക്കില്ല, ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരും. അത് പണ്ട് AK ആൻ്റണി പറഞ്ഞതാണ്, ഞാൻ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് തരാം എല്ലാവർക്കും എന്ന് പറഞ്ഞു. എങ്ങനെ ഇപ്പോൾ ഖജനാവിൽ ഈ പ്രതിസന്ധി ഇറങ്ങും, എങ്ങനെ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് തരും? അതിനാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ നല്ല ഒരു സ്വർണ്ണാവസരമായിരുന്നത്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് സംസാരിക്കാൻ, നിങ്ങളുടെ പ്രതിസന്ധി വരികയാണ്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥർ അന്നേരം പറയേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുപാട് പേർക്ക് ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് വിടേണ്ടി വരും. അത് സർക്കാർ ജീവനക്കാർ പലരും പോയേനെ, അങ്ങനെ മിടുക്കന്മാർ പലരും ഉണ്ട്. അവർക്കറിയാം വെളിയിൽ പോയി ഇതിനെ കിട്ടാനുള്ള കാശിങ് കിട്ടിയാലേ അവർക്കത് ബാങ്കിലിട്ടാൽ തന്നെ ഒരു ഇൻകമായി, അല്ലെങ്കിൽ കടുത്ത വേറെ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങാനുള്ള പൈസയായി. അവരിതിൽ നിന്ന് ഒഴിഞ്ഞു പോയേനെ, മിടുക്കന്മാർ ഒത്തിരി പേര് ഒഴിഞ്ഞു പോയേനെ. അപ്പോൾ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് വഴി നമുക്ക് കുറച്ച് പേരെ പറഞ്ഞയക്കാൻ പറ്റും. ആ അവസരം കളഞ്ഞു. ഇനിയും പോയിട്ടില്ല, സുപ്രീം കോടതി കിടപ്പുണ്ട് ആ കേസ്. ആ കേസിൻ്റെ കാലഘട്ടത്തിനെങ്കിലും നമുക്കൊരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് കുറേ പേരെ മാന്യമായിട്ട് സർക്കാർ സർവീസ് പകരം അവർ വേറെ ആൾക്കാർ തിരികെ കയറ്റും. അത് വരാതിരിക്കാം. അത് സർക്കാർ ചെയ്യേണ്ടതാണ്. എണ്ണം കൃത്യമാക്കണം. അതിൽ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വരുത്തണം. ഞാൻ പറഞ്ഞില്ലേ, 86 ആ നിയമം വളരെ EK നായനാർ മന്ത്രിസഭ ഭംഗിയായിട്ട് നടപ്പിലാക്കിയതാണ്. അതായത് വെട്ടിക്കുറച്ച പോസ്റ്റിൽ വേറെ ആളെ വെക്കാൻ പറ്റില്ല. വെച്ചാൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് ഉത്തരം പറയേണ്ടി വരും. അയാൾ റെസ്പോൺസിബിൾ ആവും, IAS ഓഫീസർ റെസ്പോൺസിബിൾ ആവും എന്ന് വരും. അങ്ങനെ നിയമം കൊണ്ടുവരണം, അങ്ങനെ വെക്കണം. അപ്പോൾ പ്രതിസന്ധിയിൽ അത് വയ്ക്കാം. ഇപ്പോൾ സാമ്പത്തിക കോവിഡാണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രളയമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സുനാമിയാണ് വരാൻ പോകുന്നത്. ആ സുനാമിയിൽ എന്ത് നടപടി എടുക്കണം? ഒന്ന്, സർക്കാർ ഓഫീസുകൾ വെട്ടിക്കുറക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഒരു പാടുമില്ല, ഇതിനൊരു കമ്മീഷനും വേണ്ട. ഇപ്പോൾ അച്യുതാനന്ദൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന് മുമ്പാകെ ഞാൻ പോയി CP നായർ സാറിനോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതല്ല. അദ്ദേഹം എനിക്ക് നല്ലപോലെ അറിയാവുന്ന ആളാണ്. നിങ്ങൾ VS-നെ കണ്ടെന്ന് സംസാരിച്ച് നോക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പേയും പോയി കണ്ട് സംസാരിച്ചതാണ്. എന്താ അദ്ദേഹം അധികം സംസാരിക്കില്ല. അദ്ദേഹം മോളും യെസ് എന്ന് പറയും, ചിലപ്പം മിണ്ടാതിരിക്കും, കേൾക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും നോക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇടുകയാണ് ചെയ്തത്. അദ്ദേഹവും നിരാശനായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ തന്നെ, തുറമുഖ വകുപ്പിൽ അന്ന് ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് മോഹപരിചയവും കുറച്ച് പരിചയവും തോന്നിയതുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കേട്ടതാണ്. അപ്പോൾ
ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ കമ്മീഷനൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ഡയറി എടുക്കുക, ആ ഡയറിയിൽ നിന്ന് വെട്ടിയാൽ മാത്രം മതി. ചാർജന ചെയ്യാവുന്നുള്ളേ ഉള്ളൂ. എന്തിനാ ഈ രണ്ട് പട്ടികജാതി പട്ടിക വകുപ്പ്, അത് രണ്ടും കൂടെ ഒന്നായിക്കൂടെ? ആക്കാമല്ലോ. അല്ലെങ്കിൽ അത് രണ്ടും രണ്ടായിട്ട് നോട്ടെ. പിന്നെ അതിനകത്ത് ഉപവകുപ്പുകൾ എന്തിനാന്നേ? അതിന് കോർപ്പറേഷൻ എന്തിനാ? അതിന് ബോർഡ് എന്തിനാ? അതിന് പിന്നെ സൊസൈറ്റി എന്തിനാ? ഇതെല്ലാം വെട്ടുക. ഇതുപോലെ അഗ്രികൾച്ചറിൽ ആവശ്യമില്ലാത്ത 150 എന്ന് പറഞ്ഞത് മുഴുവൻ വെട്ടണം. വളരെ അത്യാവശ്യമുള്ള ഒരു ബോർഡ് വേണമെങ്കിൽ നിർത്തിക്കോട്ടെ, ബാക്കിയെല്ലാം കളയണം. സിവിൽ സപ്ലൈസിന് അതുപോലെ ചെയ്യണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സാധനമില്ല, വെറുതെ എത്രയോ പിന്നെ സ്റ്റോറുകളാണ് തുറന്നു വെച്ചിരിക്കുന്നത്, അതെല്ലാം പൂട്ടണം. എന്നിട്ട് ഇത് റേഷൻ കടയ്ക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം കൊടുത്താൽ പോരെ? സിവിൽ സപ്ലൈസിൽ തരുന്ന സാധനം റേഷൻ കടയിൽ തന്നാൽ മതിയല്ലോ. അരി വില കുറച്ച് മാവേലി സ്റ്റോറിൽ തരുന്ന അരി അല്ലെങ്കിൽ മുളക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ റേഷൻ കടയിൽ തരുമെന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാരന് സന്തോഷമാവും. എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റുമോ? എല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റില്ലേ, ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഓഫീസുകൾ തന്നെ വെട്ടിക്കുറയ്ക്കേണ്ട ഒത്തിരിയുണ്ട്. ആദ്യം മോളിൽ തുടങ്ങിയാലേ ഇത് ശരിയാവുള്ളൂ. മന്ത്രിമാരുടെ എണ്ണം 14 കൂട്ടരുത്. നിങ്ങളിത് പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളയമ്പലത്ത് വഴി ഞെട്ടിപ്പോയി. പഴയ എയർ ഇന്ത്യയുടെ ഓഫീസ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസാക്കി മാറ്റി. ആ വലിയ ഓഫീസ് മുഴുവൻ വലിയ ബോർഡൊക്കെ വെച്ച്, സത്യം പറഞ്ഞാൽ PSCക്ക് ചെയ്താൽ പോരെ? പിന്നെ PSC തന്നെ എണ്ണം കുറയ്ക്കണം. അതെ, അല്ല അതെ, 3 പല UP പോലും 3 പേരേ ഉള്ളൂ, ഇവിടെ 23 പേര്. ആ PSCക്ക് ചെയ്യേണ്ടതിന് പകരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പുതിയൊരു ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ ബോർഡിന് വലിയൊരു ഓഫീസ് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്ക് മുമ്പിൽ മുഴുവൻ പബ്ലിക് റിക്രൂട്ട്മെൻറ്റ് ബോർഡെന്ന് പറഞ്ഞ് വണ്ടി കിടക്കും. ഞാൻ കണ്ണ് ഞെട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് പുതിയതുണ്ടാക്കേണ്ടവർ പിന്നെ എങ്ങനെ ചെയ്യും? ഇത് എങ്ങനെ ചെയ്യും? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സാമ്പത്തിക സുനാമി അല്ലെങ്കിൽ സാമ്പത്തിക കോവിഡാണെന്ന് വിചാരിച്ചുകൊണ്ട് സർക്കാരും പിന്നെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ നേതാവും പിന്നെ സിവിൽ സർവൻസും IAS IPS IRS ഇവരൊക്കെ ചേർന്നുകൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം അതിവിടെ എങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകുതിയിലധികം ചെലവ് കുറയ്ക്കാല്ലേ? പകുതിയിലധികം തീർച്ചയായിട്ടും ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇപ്പം ചെയ്യാം. ആ സമയം സാധാരണക്കാരൻ ഒരു ഗുണവും കിട്ടുന്നില്ല. ഒരു ഗുണം കിട്ടാത്ത അവന് കിട്ടുന്ന പെൻഷൻ അതുമില്ല. ഞാനതല്ലേ പറഞ്ഞു, കോവിഡ് കാലത്ത് അടച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. എനിക്ക് ആകപ്പാടെ സർക്കാരിൻ്റെ ഒരു ഗുണം കിട്ടിയത് ഈ കൃഷിക്കുള്ള വെള്ളം വെള്ളം സൗജന്യം അല്ല, കറണ്ട് വെള്ളമല്ല, കറണ്ട് സബ്സിഡി കിട്ടും. അതിനെന്തോ ഓരോ നൂലാമാല കിടക്കണം. ആദ്യത്തെ 3 കൊല്ലം കിട്ടിയില്ല. കാരണം അവർ വന്ന് നോക്കി, കൃഷി വകുപ്പ് വന്ന് നോക്കി കഴിഞ്ഞപ്പം പല വികസിത കൃഷിക്ക് ഞാൻ ചോദിച്ചു, വെള്ളം അടിച്ച് കയറ്റിയാലേ കൃഷി ചെയ്യാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ല, കൃഷി തുടങ്ങിയിട്ട് തരാൻ. പിന്നെ നമ്മൾ കൃഷി തുടങ്ങിയതിന് ശേഷം ആകപ്പാട് കൈപ്പറ്റിയ ആനുകൂല്യം ആ കൃഷിക്കടിക്കുന്ന വെള്ളത്തിൻ്റെ കറണ്ട് ചാർജ് ഡിസ്കൗണ്ട് ഇടാം, ചെറിയ റേറ്റാണ്. അത് മാത്രമാണ്. വെള്ളമല്ല, വെള്ളം എൻ്റെ വെള്ളം തന്നെ ഞാൻ അടിക്കുന്നത്. കറണ്ട് ചാർജ് വാട്ടർ അതോറിറ്റിക്കില്ല. ഞാനോർത്ത് വാട്ടർ അതോറിറ്റി അതില്ല. നമ്മുടെ കറണ്ട് ചാർജ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടോപ്പിൽ നിന്ന് ഇത് വരണം. ആദ്യം EK നായനാർ മെത്തേഡ് ഫോളോ ചെയ്യുക. 1987 EK നായനാർ മന്ത്രിസഭ 15 മന്ത്രിമാരെ വെച്ചാണ് നടത്തിയത്. എത്ര നല്ല ഭരണമായിരുന്നു. 15 മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ പോളിസി എടുത്താണ്. EMS ആണെന്ന് പറഞ്ഞത്. കുറഞ്ഞ ചെറിയ മന്ത്രിസഭയായിരിക്കും നമ്മുടെ എന്ന് പറഞ്ഞ് 15 മന്ത്രിമാരാക്കി. അതിനനുസരിച്ചുള്ള സെക്രട്ടറിമാരെ സെക്രട്ടറിയിൽ വരാവൂ. മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കണം. കാരണം അത്ര ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ സെക്രട്ടറിമാരുടെ എണ്ണവും കുറയ്ക്കണം. ഇപ്പം 40 അടുപ്പിച്ച് സെക്രട്ടറിമാരുണ്ട്. അത്രയും വകുപ്പുകളും ആ വകുപ്പുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 20 വകുപ്പിനകത്ത് നിർത്തിയാൽ സെക്രട്ടറിമാരുടെ എണ്ണം കുറയും. സെക്രട്ടറിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് ആക്കണം. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സംവിധാനത്തിന് പകരം സെക്രട്ടറിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. അപ്പോൾ പിന്നെ സെക്രട്ടറിയിലെ ഫയൽ നീങ്ങാനുള്ള വകുപ്പ് കുറയ്ക്കണം. അത് തട്ട് തനിയെ കുറഞ്ഞോളും ഇത് വരുമ്പോൾ. അപ്പോൾ അതാ പറഞ്ഞത്, ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഒന്നുകിൽ ഗോൾഡൻ ഷേക്ക്. അതുപോലെ KSRTC പോലെ സാധനം നടത്തേണ്ട കാര്യമുണ്ടോ? KSRTC ഒരിക്കലും നടത്തേണ്ട കാര്യമില്ല. KSRTC ഓരോ വാഹനമായിട്ട് ഡ്രൈവറേയും കണ്ടക്ടറേയും സഹിതം ഓരോരുത്തർക്ക് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഇത് ഞാനിത് പറയുമ്പോൾ പല ജീവനക്കാർക്കും തോന്നുന്നു ഇയാൾ ഞങ്ങളെ ചതിക്കാൻ പറയുന്നതാണല്ലോ എന്ന്. പക്ഷേ അല്ല. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടാതെ ഗതി കിട്ടാതെ നിങ്ങളിവിടെ സമരം ചെയ്ത് ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ഒരു വണ്ടി കിട്ടി അതും കൊണ്ട് പോയി ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഒരു ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു വണ്ടിയും കൊടുത്താൽ മതി. അവർ ഭംഗിയായിട്ട് നടത്തിക്കോളും. അത് ശരി, അത് നല്ല ഐഡിയ. ഒരു വണ്ടി നിങ്ങൾ രണ്ടും കൂടെ എടുത്തോ, ഈ വണ്ടി വേറെ ഒന്നും തരില്ല. അവർ ഭംഗിയായിട്ട് നടത്തി അടുത്ത വർഷം അവർ മുതലാളിയായി മാറും.
ഇനി വണ്ടി തികയുന്നില്ലെങ്കിൽ കുറച്ച് വണ്ടി മേടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. മേടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു ബ്രാൻഡ് ഇതിന് അനുവാദികമായിട്ടാണല്ലോ, അതുകൊണ്ട് അത് മതിയാവും അവർക്ക്. ഇപ്പോൾ പിന്നെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്തോളാം പറഞ്ഞാൽ അവർ നന്നാക്കി എടുത്തോളും. ഒരു മെക്കാനിക്കൽ വിളിച്ചോണ്ടിട്ട് വണ്ടിക്ക് 8 പേരോ 10 പേരെ കളിക്കും ഉണ്ട്. അല്ല, ഈ കട്ടപ്പുറത്തിരിക്കുന്ന എടുത്താലേ എത്ര വണ്ടിയായി, അതൊക്കെ അവർ തന്നെ ചെയ്തോളും. ഈ വണ്ടി കണ്ടക്ടർ ഗോവിന്ദനും പിന്നെ ഡ്രൈവർ ജോസഫിനും കൂടെ തന്നിരിക്കുന്നു പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ പോയി ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം റിപ്പയർ ചെയ്ത് നീറ്റാക്കി എടുത്ത് ഉടച്ച് വണ്ടി റോഡിൽ ഇറക്കും. ഇത് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ചെയ്യാം. പണ്ട് ഞങ്ങളുടെ KTDCയിൽ ഇങ്ങനെ ചെയ്തതാണ്. ഒരു എല്ലാ യൂണിറ്റും നഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് ഒരു മാനേജർക്കും സ്റ്റാഫിനും കൊടുത്തു. ഇതിൻ്റെ ഇൻസെൻറ്റീവ് നമുക്കുണ്ടാകും, ശമ്പളത്തിന് പുറമെ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നത്. എത്രയോ ലാഭമായെന്നറിയാമോ? ആ മാനേജരും ആ സ്റ്റാഫും കൂടെ ആ യൂണിറ്റ് ഭംഗിയായിട്ട് കൊണ്ടുപോകണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. എത്രയോ യൂണിറ്റുകൾ അതോടെ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ സർക്കാരിൽ ഒന്നെങ്കിൽ മോണിറ്ററിങ് വേണം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ആനുകൂല്യം അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ പ്രവൃത്തി എടുപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്താൽ വളരെ ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ ടോപ്പിൽ നിന്ന് വരുന്നതിൽ ആദ്യം സെക്രട്ടേറിയറ്റിൽ മാറ്റം വരണം. അത് കഴിഞ്ഞ് വകുപ്പുകൾ എണ്ണം കുറയ്ക്കണം. 65 വകുപ്പ് മേജർ വകുപ്പുകൾ ആവശ്യമില്ല നമുക്ക്. ഒരു 10-35 വകുപ്പുകളായിട്ട് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം ഇന്ന് കമ്പ്യൂട്ടർ യുഗമല്ലേ, ഇതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ആശുപത്രികളും കൂടണം. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ കൂട്ടണമെന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലും തട്ട് കുറയ്ക്കണം. പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നന്നാവണമെങ്കിൽ ഒരു SHO, ഒരു ജില്ലാ ഓഫീസർ, അതായത് സൂപ്രണ്ട്, അത് കഴിഞ്ഞ് മുകളിലൊരു ADGP, ഈ 3 പേര് മാത്രമേ, അതിനിടയ്ക്ക് ഒരുത്തം പോലും വരരുത്. വന്നാൽ ടക്കേന്ന് പണി നടക്കും. അറസ്റ്റ് ചെയ്യാൻ പറയുന്നതിന് മുമ്പേ അറസ്റ്റ് ചെയ്തിരിക്കും. മോഷണം നടന്നാൽ 10 മിനിറ്റിനകം പിടിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്, ചെയ്യും. പിന്നെ ഈ SHOമാർ സർക്കിളാകുന്നത് മാറ്റി SI ആക്കണം. കാരണം SI ആയിട്ട് വരുമ്പോൾ അവർക്കൊരു വീര്യമുണ്ട്. ഒരു 10-15 വർഷം പിള്ളേർ ഒരു 10 വർഷമെങ്കിലും അവൻ നല്ല ഉറപ്പാണ് ഗമയിൽ നിൽക്കും. ആ സമയത്ത് അയാൾ ഓടി നടന്ന് ജോലി ചെയ്യും. അയാൾക്ക് ധർമ്മബോധം കാണും, നീതിബോധം കാണും. നശിച്ചത് അതുകൊണ്ടാണ് ഈ SHOമാരെ. കാരണം അവർ 15 വർഷം ജോലി ചെയ്തിട്ടാണ് സർക്കിളാകുന്നത്. സർക്കിളായിട്ട് പിന്നെ ഈ സ്റ്റേഷൻ ഡ്യൂട്ടി തന്നാൽ ഈ നരകം 15 വർഷം അനുഭവിച്ച് ഒന്ന് സൂപ്പർവിഷൻ പോസ്റ്റിലേക്ക് അവർ മാറാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് വീണ്ടും SI ആയിട്ട് കൊടുക്കുന്നത്. SIയുടെ റോളിൽ ശമ്പളം CAയുടെ കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. വീണ്ടും ഇതേ ജോലിയാണ്. എന്നിട്ട് കീഴിൽ 2 SIമാരെ കൊടുക്കുകയാണ്. ആ SIമാർക്ക് ഒന്നും ചെയ്യാനില്ല, അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഇയാളുടെ തെറിവിളിയും കേൾക്കണം. നല്ല ഒന്നാം തരം തെറിയാ വിളിക്കുക. ആ തെറി കേൾക്കുമ്പോൾ ഈ പിള്ളേർ ആകെ പൊളിഞ്ഞു പോകും. ഞാൻ ഇതിനാണോ ഇങ്ങനെ തൊപ്പിയിട്ട് മാർച്ച് ചെയ്ത് തൈക്കാടുന്ന് പ്ലഡ്ജും ചെയ്ത് വന്നത് എന്ന് അവർക്ക് തോന്നിപ്പോകും. അവരെ ഡീമോറലൈസ് ചെയ്യാണ്. പിന്നെ 15 വർഷം കഴിഞ്ഞിട്ട് അയാൾ ഓഫീസറായിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ അപ്പോഴേ മടുത്ത് വിഷമിച്ചാണ് വരുന്നത്. പിന്നെ 15 വർഷം കഴിഞ്ഞിട്ട് SHO എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ അതിനേക്കാൾ വൃത്തികേടുകൾ ചെയ്യാനാണ് തോന്നുന്നത്. മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, എന്നും ക്രൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഇത്തരം വരുന്നത്. അപ്പോൾ അതുപോലെ ഈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം. അതുപോലെ ഒരു സാധനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എത്ര പോസ്റ്റുകളാണ്? IPS പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഈ വന്യമൃഗ പ്രശ്നത്തിൻ്റെ പകുതി, എന്നോടൊരു സീനിയർ ഓഫീസർ തന്നെയാണ് പറഞ്ഞത്, പകുതി പ്രശ്നം ഈ വന്യമൃഗങ്ങൾക്ക് ഈ ജീപ്പെല്ലാം കണ്ട് ശീലമായി. ഇവർ ഇൻറ്റീരിയർ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. രാത്രിയൊക്കെ ലൈറ്റ് അടിച്ചുകൊണ്ട് പോവുക, ലൈറ്റൊക്കെ അടിച്ച് പോവുകയാണ്. ബന്ധുക്കളെ കാണിക്കാനും പിന്നെ മന്ത്രിമാരുടെ ആൾക്കാരെ കാണിക്കാനും ഒക്കെ ഇൻറ്റീരിയർ ഫോറസ്റ്റിൽ പോവുക, നാഷണൽ പാർക്കിൽ പോവുകയാണ്. അപ്പം മൃഗങ്ങൾക്ക് ഭയമില്ലാതായി. മൃഗങ്ങൾക്ക് ഈ ജീപ്പൊന്നും കണ്ടാൽ ഒരു ഭയമില്ല. അപ്പോൾ അവർ നാട്ടിലെ ജീപ്പും ബസ്സൊന്നും കണ്ടാലും ഭയമില്ല, നേരെ ഇടിക്കാൻ പറ്റിയല്ലേ. ആളെ കണ്ടാൽ ഭയമില്ല. പക്ഷെ മറ്റ് വന്യജീവികൾക്ക് ആളെ കണ്ടാൽ ഭയമായിരുന്നു. ഇപ്പം ആളുകൾ കാണുമ്പോൾ ഭയമില്ല എന്ന് മാത്രമല്ല, കയറി പിടിക്കാനാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ച് ക്ലാസ് 4 ജീവനക്കാരുടെ കാര്യം പറഞ്ഞു. സത്യത്തിൽ ഈ ക്ലാസ് 4 ജീവനക്കാരുടെ ആവശ്യമുണ്ടോ? ക്ലാസ് 4 ജീവനക്കാരുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഒന്നാമത് കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ ക്ലാസ് 4 ജീവനക്കാർ പണ്ടും പിന്നെ ഈ ഫയൽ അപ്പുറത്തോട്ട് കൊടുക്കാൻ പലപ്പോഴും കിട്ടാറില്ല. അവർ ക്ലർക്കുമാർ തന്നെത്താനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറ് പലപ്പോഴും. ഇത് ആവശ്യമില്ലാത്തൊരു തസ്തിക. ഇത് കോളനി വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അവശ്യ സർവീസായിട്ട് വേണ്ട സ്വീപ്പർ, സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്ക് കോൺട്രാക്ട് ബേസിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ തുച്ഛമായ ചില കോസ്റ്റിൽ വർക്ക് ചെയ്യാൻ ആൾക്കാർ ധാരാളമുണ്ട്. ഇപ്പോഴും സർക്കാർ സർവീസ് സ്വീപ്പറൊക്കെ ഉണ്ട്. സ്വീപ്പറുണ്ട്, പിന്നെ വാച്ചർ എന്ന് പറഞ്ഞ തസ്തികയുണ്ട്. ആ വാച്ച്മാൻ എല്ലാ പിന്നെ ചെറിയ വകുപ്പിൽ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട പ്രൈവറ്റ് പാർട്ടിക്ക് ഒരു വേറെ കോൺട്രാക്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇതിനേക്കാൾ വലുതാണ്. അവനവൻ്റെ കസേര, അവനവൻ്റെ ഇരിപ്പിടം ക്ലീൻ ചെയ്യാൻ ഓരോ ഉദ്യോഗസ്ഥൻ തയ്യാറാവുമല്ലോ. കാരണം വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ നീ തയ്യാറായിക്കോളും. ഇതിപ്പോൾ ഉള്ളതുകൊണ്ടല്ലേ ഇത് അവൻ വന്നാലേ ചെയ്യുള്ളൂ. പിന്നെ ജനറൽ ക്ലീനിങ് വെളിയിൽ കൊടുക്കുക. ഇത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ.
പിന്നെ അത്യാവശ്യമായിട്ട് ചെയ്യുന്ന ടെലിഫോണുകൾ 25 ലക്ഷം രൂപയുടെ ബില്ല്, 30 ലക്ഷം രൂപയുടെ ബില്ല്, അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ സർക്കാർ കിടന്നു. 25 ലക്ഷം രൂപയുടെ ബില്ല് ആർക്ക് വരും? ഇപ്പോൾ ഈയിടെ കെ ഫോണിൻ്റെ ബില്ല് വന്നതിനെ കുറിച്ച് കണ്ടു. 25 ലക്ഷം രൂപയുടെ ബില്ല് വന്നിരിക്കുന്നു, അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതൊരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നുന്നത്, അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ ബില്ലുകൾ വരേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ഫോണിന് ഞാൻ 1200 രൂപ അടയ്ക്കുന്നത് ഒരു വർഷത്തേക്ക്, ഫുൾ ഫ്രീ ടോക്ക് ടൈമാണ്. ഇതുപോലൊരു സംവിധാനം, ഒരു ഫോൺ ഒരാൾക്ക് പിന്നെ ടെലിഫോൺ മാറ്റിയിട്ട് ലാൻഡ് ഫോൺ മാറ്റിയിട്ട് ഇത് കൊടുത്താൽ ലാൻഡ് ഫോണേ ആവശ്യമില്ല. മുഴുവൻ ഈ ഒരു സിമ്മും ഈ ഒരു ഫോണും വെച്ചിട്ട് 1200 രൂപയ്ക്ക് നിൽക്കുന്ന കാര്യമാണ് നമ്മൾ 20,000 25,000 രൂപ ബില്ല് വരുന്നത്. അവസാനം ഇത് 20-25 ലക്ഷമായിട്ട് മാറുന്നത് ഓരോ വകുപ്പിലും. അല്ല, 1200 ഒരു മാസം, ഒരു വർഷം അൺലിമിറ്റഡ് കോൾ, ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് കോളാണ്, ഇൻകമിങ് ഔട്ട് ഗോയിങ്. എനിക്ക് അടുത്ത വർഷം വരെ എനിക്ക് 1200 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ സർക്കാരിൻ്റെ ടെലിഫോൺ ബില്ലുകൾ കോടികളാണ്. ഇത് വെറും 1200 രൂപയ്ക്ക് നിർത്താവുന്ന സാധനമാണ് ഒരു വർഷത്തേക്ക്. ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക്. ഒരു മാസമാണ് 20-25,000 രൂപ ബില്ല് വരുന്നത്. അത് ഒരു വർഷത്തേക്ക് വെറും 1200 രൂപയ്ക്ക് നിർത്താവുന്നതാണ്. അതുപോലെ ഈ മന്ത്രിമാരുടെയൊക്കെ ചികിത്സാ ചെലവ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഇപ്പം ഇത് തുടങ്ങിയെന്ന് തോന്നുന്നല്ലേ? അത് ഹെൽത്ത് കെയർ. പക്ഷെ അതുകൊണ്ട് ആർക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറയുന്നു. ഇല്ല, കിട്ടില്ല. കാരണം ഇത് കൊടുത്താലേ കിട്ടുള്ളൂ. എല്ലാവരും ചികിത്സിച്ച് കഴിഞ്ഞാൽ പൈസ ആകില്ല. അത് റീംബേഴ്സ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആശുപത്രികൾ പേഷ്യൻറ്റിനെ എടുക്കുന്നില്ലല്ലോ, മറ്റേ വിളിച്ചെടുക്കല്ലേ ചെയ്യുന്നത്. അതിനുള്ള സൗകര്യം പോലും ഇല്ല. അപ്പോൾ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഡോക്ടറും നഴ്സും ഒക്കെ കഴിഞ്ഞാൽ പാരാ മെഡിക്കൽ സർവീസുകൾ മുഴുവൻ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ പലപ്പോഴും ലാബിൽ ഫെസിലിറ്റി അവർ കേടാക്കിയിടും, എക്സ്റേ സ്കാനിങ് മെഷീനുകൾ കേടാക്കിയിടും. എന്തിനെന്ന് വെച്ചാൽ ഇതിൻ്റെ വെളിയിൽ പോയി എടുക്കുമ്പോൾ അതിന് കമ്മീഷനാണ് എഴുതുന്ന ആളിനൊക്കെ. അതിന് പകരം വേറൊരാളെ ഇവിടെ വെക്കുകയാണ് വേണ്ടത്. ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഒരാൾക്ക് ഇതിന് ജോലി കൊടുക്കുക, അയാൾ മെഷീൻ വാങ്ങിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് ഇത്ര പിന്നെ എമൗണ്ട് ചുമത്തി എടുത്തോളാൻ പറയുക. ഒരു റീസണബിൾ എമൗണ്ടിന് പേഷ്യൻറ്റും കാര്യം നടക്കും, പെട്ടെന്ന് സർവീസും നടക്കും. ആശുപത്രിക്ക് അടുത്ത് തന്നെ ഈ സാധനം. പാസ്പോർട്ടൊക്കെ എങ്ങനെ? പാസ്പോർട്ട് ഇപ്പോൾ അവർ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഓഫീസറെ വെച്ചിട്ടുള്ളൂ, 1-2 ഓഫീസർമാരല്ല, ബാക്കിയെല്ലാം പ്രൈവറ്റ്. ഇത് ഇത് ഞാൻ പറയുന്നത് വലിയൊരു നടക്കാത്ത കാര്യമൊന്നും അല്ലെന്നേ. ഇത് പ്രൈവറ്റ് സെക്ടറിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഫോളോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറയും കേന്ദ്ര ഗവൺമെൻറ്റിൽ അങ്ങനെ ബൂർഷ്വാ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ മറ്റേ പിന്തിരിപ്പൻ ഗവൺമെൻറ്റാണ്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തൊഴിലാളി ഗവൺമെൻറ്റാണ്, ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ചെയ്യേണ്ടതാണ്. ചെയ്തില്ലെങ്കിൽ എല്ലാ തൊഴിലാളിയും വായിൽ മണ്ണ് വീഴുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ദൂരത്തിനെ കുറിച്ച് പറഞ്ഞു, ചെലവ് ചുരുക്കലിനെ കുറിച്ച് പറഞ്ഞു. സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ വരുമാനം ഇന്ന് സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കുകയാണ്. GST സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന പൈസ, അതിന് പുറമേ നമുക്ക് കിട്ടുന്നത് ഈ ലോട്ടറി, ഭാഗ്യക്കുറി, മദ്യം, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ, പിന്നെ നമുക്ക് അപൂർവമായിട്ട് പെട്രോള്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ, ഇതാണ് നമുക്ക് വരുമാനമായിട്ട് വരുന്നത്. അതൊക്കെ പിന്നെ അതാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം ഇന്ന്. പക്ഷേ അതല്ലാതെ വരുമാനം ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്നു, ഇൻഡസ്ട്രിയൽ നോളജിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇൻഡസ്ട്രിയൽ ഹബ്ബുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഓരോ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ ഇൻഡസ്ട്രിയൽ നോളജ് ഒരു വിഷയമായിട്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ക്യാമ്പസിൽ വെച്ച് തന്നെ സ്വന്തമായ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായം സർക്കാർ കൊടുക്കുന്ന രീതിയിൽ വന്നാൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം. പിന്നെ അത് തൊഴിലും കിട്ടുന്ന ഒരു ഏർപ്പാടാണ്, അതിൽ നിന്നുള്ള വരുമാനം. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ഈ ടൂറിസം രംഗം. ഈ ടൂറിസം രംഗത്ത് ഏറ്റവും സർക്കാരിന് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാഡ്ലി മാനേജറാണ് പല ഡെസ്റ്റിനേഷൻസും. കോളം മുതൽ അങ്ങോട്ട് കിടക്കുന്ന 10-25 ഡെസ്റ്റിനേഷൻ എടുത്താൽ ഇതെല്ലാം ഓരോ പ്രൈവറ്റ് സെക്ടറിന് നമ്മൾ ലീസിന് കൊടുത്തു നോക്കട്ടെ, വിൽക്കാനല്ല ഞാൻ പറയുന്നത്, ലീസിന്. കോളം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ആസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ പിന്നെ വർക്കല എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ആസ് ഇറ്റ് ഈസ് ഒരാൾക്ക് കൊടുക്കുകയാണ്. ടാജ് ഗ്രൂപ്പോ ഒബ്രോയോ ആരെങ്കിലും എടുക്കണം. അപ്പോൾ അവരാണ് അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ വേണം, അവിടെ എന്ത് ഫെസിലിറ്റീസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്, അതിന് അവർ ഫീസ് ഈടാക്കും. ചിലപ്പോൾ എൻട്രി ഫീസ് പോലും വയ്ക്കും. ആവശ്യമില്ലാത്തവർ അവിടെ കയറണ്ട, ചെറിയൊരു എൻട്രി ഫീസ് വരെ വെച്ചെന്നിരിക്കും. ഇപ്പോൾ കോളം ബീച്ചിലെന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി പോകാൻ നോക്കില്ല. ഇപ്പം പോയി സായിപ്പിനെ നോക്കിക്കൊണ്ട് നിൽക്കില്ലേ, അതിന് പകരം ഒരു ഫീസ് ചാർജ് ചെയ്തുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. നമുക്ക് 44 നദികളുണ്ട്. ഈ നദികളിലെ ജലം അമൂല്യമായ സമ്പത്താണ്. ശുദ്ധജലം, ഇത്ര മണല്, മറ്റേ കരിമണൽ കോടികളുടേതല്ലേ? പിന്നെ
ഇതെല്ലാം നമുക്ക് നമ്മുടെ വരുമാനമായി. ഇതിപ്പോൾ പ്രൈവറ്റ് സെക്ടറുകാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇത് കൊണ്ടുപോയത് കരിമണലിൻ്റെയൊക്കെ ഇതൊക്കെ കേരളത്തിന് കിട്ടേണ്ട അസറ്റുകളാണ്. അതുപോലെ പാറമടകളൊക്കെ വളരെ തുച്ഛമായ തുകയ്ക്ക് പോയിട്ട് നമ്മുടെ പാറമടകളെക്കുറിച്ച് അറിയാം. 2.5 ലക്ഷം 3 ലക്ഷം വർഷം കൊണ്ടാണ് ഈ ഒരു പാറ രൂപാന്തരപ്പെടുന്നത്. അതാണ് നമ്മൾ വെറും 50 വർഷം കൊണ്ട് അടിച്ച് തീർക്കുന്നത്. വെസ്റ്റേൺ ഗാട്സ് മുഴുവൻ അടിച്ച് തീർക്കുകയാണ്. 2.5 ലക്ഷം 3 ലക്ഷം വർഷം കൊണ്ടുണ്ടായ രൂപാന്തരപ്പെട്ടതാണ് ഈ ശിലകൾ. ഈ ശിലകൾ നമ്മൾ 50 വർഷം 25 വർഷം കൊണ്ട് അടിച്ച് തീർക്കുകയാണ്. അത് എന്നിട്ട് നമുക്ക് വല്ല ഇൻകവും സർക്കാരിന് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ഇടനിലക്കാരും മറ്റായിട്ട് കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ കൊടുക്കുന്നത് LSDDകൾക്കാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. 30%, 35%ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അവരുടെ ബിൽഡിംഗ് ടാക്സ്, അതുപോലെ തന്നെ പിന്നെ പ്രോപ്പർട്ടി ടാക്സ്, ഇതൊന്നും അവർ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാറില്ല. അത് ഗവൺമെൻറ്റിലേക്ക് വരണം. ഗവൺമെൻറ് അത് ഒരു ഏകീകൃതമായ ഇതുണ്ടാക്കി GPS സംവിധാനമൊക്കെ ഉണ്ടാക്കി ഗവൺമെൻറ് അത് നേരിട്ടെടുക്കുന്ന സംവിധാനത്തിലേക്ക് വരണം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ താങ്കൾ ഇന്നാൾ പറഞ്ഞ എയർ ഇന്ത്യയുടെ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞു. എത്ര കെട്ടിടങ്ങളാണ് സർക്കാരിൻ്റെ ഉള്ളത്? ഈ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ മുഴുവൻ ലീസിന് കൊടുക്കണം. 10 വർഷത്തേക്കോ 25, എത്രയോ ബിസിനസ് സ്ഥാപനങ്ങൾ വന്ന് വിടുപെടും. ഇപ്പോൾ ഇവിടെയൊക്കെ എത്രയോ പിന്നെ ബിഗ് ബസാറുകളും ഷോപ്പിംഗ് മാളുകളും തുടങ്ങാൻ എത്രയോ പേരിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ കെട്ടിടം കിട്ടിയാൽ അവർ ഈസി ആയിട്ട് തുടങ്ങും. ഇത് അടിച്ച് പൊളിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. അത് ഭംഗിയാക്കി അവരത് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും. ലാൻഡ് 50 വർഷത്തേക്കോ 25 വർഷത്തേക്കോ ലീസിന് കൊടുത്താൽ എന്താ കുഴപ്പം? കൃഷി ചെയ്യാനായിട്ട് ലാൻഡ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന എത്ര വസ്തുക്കളാണ് ഉള്ളത്? തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് 100 ഏക്കർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്, 50 ഏക്കർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നെങ്കിൽ അവരുടെ ഇന്ന് ന്യായമായ തുക ഈടാക്കുക, ഇല്ലെങ്കിൽ ഇത് വേറെ വിധത്തിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. തോട്ടങ്ങൾ ഒരു പ്രയോജനമില്ലാതെ ഇതെല്ലാം നമുക്ക് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. കൃഷി വകുപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാരിച്ച ചിലവുള്ള വകുപ്പാണ്. ആരോഗ്യം ഭാരിച്ച ചിലവുള്ള ഒരു വകുപ്പാണ്. വിദ്യാഭ്യാസം ഭാരിച്ച ചിലവുള്ള വകുപ്പാണ്. ഇതിൽ നിന്ന് യാതൊരു റിട്ടേണും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ ഓരോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ കൃഷിയിൽ നിന്നുള്ള ആദായം നമുക്ക് സർക്കാരിന് കിട്ടും. കൃഷി വകുപ്പിൻ്റെ തന്നെ വളരെ സ്കെലട്ടൺ സ്റ്റാഫ് മതി, ബാക്കി മുഴുവൻ ഓരോരുത്തർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ കുട്ടനാട്ട് നെൽകൃഷി നടത്താനായിട്ട് കർഷകനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ആൾ ജോലി ചെയ്യും. ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്താൽ മതി. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന പൈസയുടെ പകുതി മതി ഒരാൾക്ക് കൊടുത്തിട്ട്, നിങ്ങളുടെ ജോലിയാണ് അവരെ വിളിച്ചിറക്കി ജോലി ചെയ്യിച്ച് വളം കൊണ്ടുവന്ന് ആധുനിക സൗകര്യങ്ങൾ കൊടുത്ത് ട്രാക്ടർ കൊടുത്ത് ജോലി ചെയ്യിച്ച് അത് വിപണനം ചെയ്ത് ലാഭം ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ട ജോലി നിങ്ങൾക്കാണെങ്കിലേ നിങ്ങൾക്ക് വരുമാനം തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കും. ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ 100 കാശ വേസ്റ്റ് ആകുന്നത്. അത് ഈ കൃഷിഭൂമിയായിട്ട് അറ്റാച്ച് ചെയ്താൽ എളുപ്പത്തിൽ പണി നടക്കും. അതെല്ലാം ഇതുപോലെ കോൺട്രാക്റ്റ് കൊടുക്കാവൂ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ ജോലി ചെയ്യിച്ചോട്ടെ. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ജോലി കൊടുക്കണം എന്ന് പറയണം. തൊഴിലുറപ്പ് പദ്ധതിക്കാരന് വെള്ളത്തിലാവരുത്. ഇങ്ങനെ എടുക്കുന്ന സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കണം. ആ തുകയും കൂടെ നിങ്ങൾക്ക് കോൺട്രാക്റ്റായിട്ട് തരും എന്ന് പറയണം. അപ്പോൾ അവർ ഇവരെ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ പുല്ല് പറിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ വട്ടത്തിൽ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകുമായിരുന്നു. അത് മാറിയിട്ട് യഥാർത്ഥ ജോലി നടക്കും. ഹോസ്പിറ്റലുകൾ ആ വിധത്തിൽ സേവനം നടക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതി പിന്നെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിനെ റാഷണലൈസ് ചെയ്യണമെന്ന്. പ്രൈവറ്റ് സെക്ടറിലെയും സർക്കാർ സെക്ടറിലെയും ഫീസുകൾ തമ്മിൽ. പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുന്നതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് ഇൻ എയ്ഡുകളൊക്കെ നിർത്തലാക്കണം. കാരണം അപ്പോയിൻമെൻറ്റ് അവരെ നടത്തുന്നെങ്കിൽ അവർ ശമ്പളം കൊടുക്കണം. അപ്പോൾ അവർക്ക് ഫീസ് ചുമത്തേണ്ടി വരും. ഫീസ് ചുമത്തണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പല മാനേജ്മെൻറ്റുകൾക്കും ഒരു പ്രശ്നമില്ല. എത്ര മോശമായ വിദ്യാഭ്യാസം കൊടുത്താലും അവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നല്ല അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യാൻ നിർബന്ധമാവും. അവിടെ നല്ല സൂപ്പർവിഷൻ നടക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതായിട്ട് വരും. സർക്കാരിലെ മൊത്തത്തിലുള്ള വെട്ടിച്ചുരുക്കലുകൾ നടത്തേണ്ടി വരും. ഇതിന് വരുന്ന സർക്കാരിലെ ആൾ കുറയുന്നതിനനുസരിച്ച് അവർക്ക് റീഹാബിലിറ്റേഷൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് തയ്യാറാവണം. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ നമ്മൾ പല ഹബ്ബുകൾ തുറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഹബ്ബുകൾ തുറക്കണം. അത് തുറക്കാനായിട്ട് സഹായിക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റാലിനുമൊക്കെ ആയിട്ട് വളരെ ലോഹിതല്ലേ. സ്റ്റാലിൻ്റെ അവിടുത്തെ കൃഷി സംവിധാനങ്ങൾ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റണം. ഇൻഡസ്ട്രിയുടെ സംവിധാനങ്ങൾ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റണം. സീറ്റ് ഷെയറിങ്ങിൽ മാത്രം പോരല്ലോ. ലോക്സഭയിലെ 21 സീറ്റിലേക്ക് ചുരുക്കിയിട്ട് ബാക്കി 39 ബാക്കിയെല്ലാം CPIയും CPM ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ അതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല? ഒരു ടൈപ്പ് തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ ജലവും നമ്മുടെ റിസോഴ്സസും മാൻ പവറും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു കോഓപ്പറേഷൻ ഉണ്ടായിക്കൂടാ. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ സർവീസിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഗസ്റ്റ് ഹൗസുകൾ എന്ന് പറഞ്ഞ ഞാനൊരു സംവിധാനം. ഗസ്റ്റ് ഹൗസിന് ഒരു പൈസ മുടക്കില്ല. തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൻ്റെ ഇപ്പുറത്ത് കുറേ സ്ഥലം കിടപ്പുണ്ടായിരുന്നു.
എന്നോട് ജയലളിതയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, പ്രൈവറ്റ് സെക്രട്ടറി അല്ല, പ്ലാനിംഗ് ബോർഡിൻ്റെ പിന്നെ വൈസ് ചെയർമാനാണ് പറഞ്ഞത്, ഞങ്ങളൊരു 5 മുറി എടുത്തോളാം, ഞങ്ങൾക്ക് തന്നാണ്. അത് ചോദിച്ചപ്പോൾ കർണാടക എടുക്കാൻ തയ്യാറാണ്, ആന്ധ്ര എടുക്കാൻ തയ്യാറാണ്, മേഘാലയ വരെ എടുക്കാൻ തയ്യാറാണ്. ഒരു 5 മുറി നമുക്കിവിടെ. കാരണം ഇവിടെ കന്യാകുമാരി പോകാൻ ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക പല സംസ്ഥാനത്തു നിന്ന്. അവർക്ക് ഓഫീസർമാർക്ക് മുറി വേണം, രാഷ്ട്രീയക്കാർക്ക് മുറി വേണം. അപ്പം ഇത് നമ്മൾ ഒരു മാസമോ 2 മാസമോ അവർ കൊടുത്താൽ മതി. ബാക്കി മുഴുവൻ സമയവും നമുക്ക് തരാമെന്നാണ് അവർ പറയുന്നത്. 365-ൽ വെറും 60 ദിവസം അവർ കൊടുത്താൽ മതി അവരുടെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ. ബാക്കി ദിവസം പിന്നെ അവർ അധികം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരുവരും. അപ്പോൾ അവർക്കൊരു വണ്ടിയും വേണം, ഈ ഗസ്റ്റ് ഹൗസുകളുടെ സംവിധാനം. അപ്പോൾ മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. അത് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതുപോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ നമുക്ക് സർക്കാരിൽ ചെയ്യാൻ സാധിക്കും. ഒറ്റ കാര്യമേ വേണ്ടൂ, നമ്മുടെ വീട് ഇല്ലേ ഗേറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഏറ്റവും നല്ല പെയിൻറ്റ് വാങ്ങിക്കണം, ഏറ്റവും വില കുറഞ്ഞത് വാങ്ങിക്കണം, ഏറ്റവും നല്ല പെയിൻറ്ററെ കൊണ്ടുവരണം, ഏറ്റവും പെട്ടെന്ന് അത് തീർക്കണം. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. സർക്കാരിൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇതെങ്ങനെ ചിന്താഗതി വന്നുപോയത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതെങ്ങനെ മാറ്റാമെന്ന് ആലോചിക്കണം. ഇത്രയും ചെയ്താൽ സർക്കാർ ഭംഗിയായിട്ട് നടക്കും. ഒരു വിധത്തിലും സർക്കാരിന് ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ അടുത്ത ഒരു 10 വർഷം നമ്മൾ 2011 മുതൽ 2024 വരെ കുത്തഴിഞ്ഞു പോയി. 2024 മുതൽ 34 വരെ ഒന്ന് മുറുക്കി കൊടുത്ത് പോയാൽ ഈ ധനപ്രതിസന്ധി 34 ശേഷമെങ്കിലും പരിഹരിക്കാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എനിക്കൊരു സംശയമുള്ളത്, ഈ ജനങ്ങൾ ഇടപെടുന്നത് താഴത്തെ തട്ടില്ല, പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പഞ്ചായത്തുകളെ, ഗാന്ധിജിയുടെ ഒരു സ്വപ്നം കൂടിയായിരുന്നു, ഈ പഞ്ചായത്തുകളിൽ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഫലപ്രദമായ തരത്തിൽ ചെലവ് ചുരുക്കൽ എന്ന രീതിയിൽ പഞ്ചായത്തുകളെ ഉപയോഗിക്കാൻ കഴിയും? നമുക്ക് അത് ഇപ്പോൾ ഏറ്റവും പിന്നെ നല്ല ഒരു മെത്തേഡ് സർക്കാരിന് സ്വീകരിക്കാവുന്നത് ചെറിയ മന്ത്രിസഭ, ചെറിയൊരു സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കാര്യക്ഷമമായ നമ്മുടെ ഹെഡ് ഓഫീസുകൾ. ആ ഹെഡ് ഓഫീസുകൾക്ക് സ്ട്രെങ്ത് ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് ബാക്കി ജില്ലാ ഓഫീസുകളും പ്രാദേശിക ഓഫീസുകളും കട്ട് ചെയ്തുകൊണ്ട് ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം തന്നെ പലയിടത്തും കാർഷികം, വിദ്യാഭ്യാസം, ഈ മേഖലകളിലൊക്കെ, ആരോഗ്യ മേഖലകളിലൊക്കെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വരികയും പിന്നെ സർക്കാരിനുമായിട്ടുള്ള കറസ്പോണ്ടൻസ് അധികവും നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാക്കിയാൽ വളരെ മാറ്റമുണ്ടാകും. എല്ലാ വാർഡിലും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. അത് 1 or 2 ആയാലും കുഴപ്പമില്ല. കാരണം അതിന് സർക്കാരിനൊരു ചിലവില്ല. ആ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നത്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എല്ലാം പബ്ലിക്കാണ്, പൊതുജനമാണ്, അല്ലേ? അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളാണ്. അതുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് ഈസി ആക്സസ്സും ഉണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ പോലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ നിമിഷങ്ങളൊക്കെ എത്തുകയും അതിന് റിപ്ലൈ ഇവിടുന്ന് അവിടെ എത്തിക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഈ കേരളം മൊത്തം നമ്മുടെ എല്ലാ വാർഡിലും സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി ഉണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുകയും ഏറ്റവും പെട്ടെന്ന് ജനങ്ങൾക്ക് ആക്സസ് വരികയും ചെയ്യും. എന്നാൽ സർക്കാരിന് ഒരു ചിലവും ഇല്ലാതിരിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ ടെലിഫോണ്, ഓഫീസ്, മറ്റ് ചിലവുകളെല്ലാം കുറഞ്ഞു കിട്ടുകയും വളരെ ജനങ്ങൾക്കടുത്തുള്ളൊരു ഓഫീസായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മാറുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം അത് തന്നെയാണ്. അക്ഷയ കേന്ദ്രങ്ങളെ പ്രധാന കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്ന ഓഫീസായിട്ട് ഇതിനെ നിലനിർത്തുക, സർക്കാർ ഓഫീസിനെ നിലനിർത്തുക.